ഗൈസ്, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും ഫസ്റ്റ് തന്നെ എത്തുന്നത്. ഫസ്റ്റിന് നിങ്ങൾ ഇവിടെ എഗ്രി എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എഗ്രി എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിവൈസ് ഏതൊക്കെ ജിമെയിൽ ഐ ഡി നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം കാണിക്കും. അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ജിമെയിൽ ഐ ഡി സെലക്ട് ചെയ്തെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടും പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലെത്തും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് കാണാൻ പറ്റും സ്റ്റാർട്ട് ഏണിങ്സ്. അവിടെയൊന്ന് സ്റ്റാർട്ട് ഏണിങ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റാൾ ആവും. ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. താല്പര്യമില്ലെങ്കിൽ റിജക്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ അവർ കളക്ട് ചെയ്യുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ഡേറ്റയിൽ ഇമ്പോർട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് ഗെയിം കളിക്കാവുന്നതായിരിക്കും. അപ്പം ഇതാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്ലാറ്റ്ഫോം. ഇത് നമ്മൾ ബാക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾക്ക് എത്തുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും നമ്മുടെ ഇവിടെ വാലറ്റിലായിട്ട് കോയിൻസ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെ ഇതിൽ നിന്ന് കോയിൻസ് ഏൺ ചെയ്യും. ഫസ്റ്റിന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടാസ്ക് ഏൺ ഗോൾഡസ് ബൈ കംപ്ലീറ്റിംഗ് എ ടാസ്ക്. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഇൻ്റർഫേസിലായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ധാരാളം ഓപ്ഷൻസുകൾ കാണാൻ പറ്റും. താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ സർവീസുകളും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുള്ള ടാസ്കുകളാണ്. ഈ ഒരു ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാം. അപ്പം നമ്മുടെ പല വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം എങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുത്തെടുത്ത് പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നെയാണ്. ജസ്റ്റ് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്ലേ ഗെയിമാണ് നേരത്തെ ഇതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും കാണാൻ സർവേകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ സർവേകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സർവേ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടും മണി ഏൺ ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വാച്ച് എ വീഡിയോസ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വാച്ച് എ വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് രീതിയിൽ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മണി ചെയ്യാം. അതേ ആഡ്സുകൾ വാച്ച് ചെയ്തുകൊണ്ടും മണി ഏൺ ചെയ്യാം. അതേപോലെ ലൂട്ട് ടി വി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ലൂട്ട് ടി വി വാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാം. ജസ്റ്റ് നമ്മളിവിടെ ലൂട്ട് ടി വിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ജസ്റ്റ് ഇൻസ്റ്റാൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നു. നിങ്ങൾ ജസ്റ്റ് ഒരു ഓപ്ഷൻ ക്രോമിൽ ഓപ്പൺ ആകുന്ന ഒരു ടാബ്, അതിനുശേഷം നിങ്ങൾ LootTV.com എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷനിലോട്ട് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോ ടാബിൽ ആവുന്നത്. ഇവിടെ നിങ്ങൾക്ക് സൈൻ അപ്പ് ലോഗിൻ വരും. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഇവിടെ ക്ലോസിൻ്റെ ഐക്കണുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ വീഡിയോകളും കാര്യങ്ങളും. ജസ്റ്റ് ഫസ്റ്റിലത്തെ വീഡിയോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ഒന്ന് സ്റ്റിൽ ചെയ്യുന്നതാണ് നമ്മുടെ വീഡിയോ ഇവിടെ. അപ്പോൾ ലൂട്ട് ടി വി എന്ന ഈ ഒരു ടാബിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വാച്ച് ആഡ്സ്. അപ്പം വാച്ച് ആഡ്സ് എന്ന് പറയുന്നത് എല്ലാ ആപ്ലിക്കേഷനെ പോലെ അല്ല ഇതിലെ വാച്ച് ആഡ്സ്. ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ്. അപ്പം വാച്ച് ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഇൻ്റർഫേസിലായിരിക്കും വരുന്നത്. അപ്പം നമ്മളിവിടെ 4 ആഡ്സ് വാച്ച് ചെയ്തെന്ന് വന്ന്. അപ്പം നിങ്ങൾ എന്താണെന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പുറമെ നിങ്ങൾ വേറൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഒന്നുമില്ല, ഇവിടെ ഡൗൺലോഡ് ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. ഡയറക്റ്റായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ എത്തുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ പ്ലേ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്ലേ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ആൾറെഡി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അതിനുശേഷം ഇങ്ങനെ എത്തുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളിവിടെ സ്റ്റാർട്ട് ഗെയിം എന്നുള്ളത് കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ഒരു തേനീച്ചയെ കാണാൻ സാധിക്കും. ഈ ഒരു തേനീച്ചയെ നിങ്ങൾക്ക് ഇവിടെ പൂവിൻ്റെ അടുത്ത് കൊണ്ടെത്തിക്കണം. ഇതാണ് നിങ്ങളുടെ ഈ ഒരു ഗെയിം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഒരു ആഡ്സ് വരും. ആ ഒരു ആഡ്സ് വേണം നിങ്ങൾ കാണാൻ. അപ്പോൾ എന്താ ആഡ്സ് ആകെ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ആഡ്സ് തരും. ആഡ്സ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൺഗ്രാറ്റുലേഷൻ യു ഹാവ് എ കംപ്ലീറ്റഡ് ദ മാസ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പ്ലേ എഗെയിൻ എന്ന് പറയാം. അപ്പോൾ അടുത്തായിട്ട് വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു തേനീച്ചയുടെയും പൂവിൻ്റെയും ഗെയിം തന്നെ ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വീണ്ടും കളി. അങ്ങനെ 100 ആഡ്സ് നിങ്ങൾ കാണേണ്ടി വരും. 100 ആഡ്സ് കണ്ടാൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ വാച്ച് കണ്ടിട്ട് അത് മറ്റൊരു ആപ്ലിക്കേഷനിലായിട്ട് ആളാവും. അപ്പോൾ നിങ്ങൾ എപ്പോഴും അത് ഓർത്ത് വെക്കണം, 100 ആഡ്സ് കാണണം. ഇതൊരു നല്ലൊരു ടാസ്ക് തന്നെയാണ്. 100 ആഡ്സ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. 100 ആഡ്സ് നല്ല രീതിക്ക് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. അപ്പം ഇത് ഞാൻ നന്നായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി. 100 ആഡ്സ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല. നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 100 ആഡ്സ് കാണാൻ പറ്റുകയുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ പറയാൻ പറ്റും നമുക്കിവിടെ 200 കോയിൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ട്രിക്കാണ്. ട്രിക്കെന്ന് വെച്ചാൽ വലിയ ട്രിക്കൊന്നും ഇല്ല. ഈ ഒരു ഇവിടെ സ്റ്റേ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക്
ട്രിക്ക് തന്നെയാണ്. അത് നിങ്ങൾക്ക് ഇവരുടെ ടെലിഗ്രാമിൽ ഒന്നിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, ബാക്ക് ഇറങ്ങുക, ആപ്ലിക്കേഷൻ വെക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് 50 കോയിൻ വെച്ച് 100 കോയിൻ 200 കോയിൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ വിഡ്രോ കോയിൻ ഏൺ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒട്ടുമിക്ക എല്ലാ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അടുത്തായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വിഡ്രോ എന്ന് പറഞ്ഞുതരാം. വിഡ്രോയ്ക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വാലറ്റിൻ്റെ ഓപ്ഷൻ 4-മതായിട്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ 200 കോയിനേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ റെഡീം നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ റെഡീം നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടാവും നമുക്ക് കൺട്രി സെലക്ട് ചെയ്യണം ഫസ്റ്റ് തന്നെ. അപ്പം ഇന്ത്യ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ UPIയുടെ ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ UPI എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് UPI ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും ഏറ്റവും താഴെയായിട്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതായിരിക്കും. ഞാൻ ആൾറെഡി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങളിവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ UPI ID, മൊബൈൽ നമ്പർ, നിങ്ങളുടെ പേരും എല്ലാം കൊടുക്കുക. അതിന് സേവ്ഡ് ആൻഡ് പ്രോസസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് 25 രൂപയെന്ന് ആണ് മിനിമം വിഡ്രോ വരുന്നത്. മാക്സിമം വിഡ്രോ എന്ന് പറയുന്നത് 250 രൂപയാണ്. അപ്പം നിങ്ങൾക്ക് 25 രൂപ, അതായത് നിങ്ങൾക്ക് 4000 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 25 രൂപയായിട്ട് നിങ്ങളുടെ UPIയിലേക്ക് അനായാസം വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം.